ഓക്കെ ഗൈസ്, ഇതുണ്ടില്ലേ? ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലേ ഇഷ്ടം പോലെ കാറുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. എൻ്റെ കയ്യിൽ GTR ഉണ്ട്, ഫെറാറി ഉണ്ട്, ലംബോർഗിനി ഉണ്ട്, മഹീന്ദ്ര താറ്, പിന്നെ റോയൽ എൻഫീൽഡ് ഹൺഡ്രഡ്. ഇത്രയും വണ്ടികൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ നമ്മുടെ രാജോട്ടനില്ലേ, രാജോട്ടൻ്റെ കയ്യിൽ വണ്ടിയൊന്നുമില്ല. രാജോട്ടൻ്റെ കയ്യിൽ ഒരു സൈക്കിൾ പോലും ഇല്ലേ. ഇന്നപ്പോൾ ഞാൻ ആലോചിക്കണതേ രാജോട്ടന് ഒരു സർപ്രൈസ് കൊടുത്താലോന്ന്. ഞാൻ പക്ഷേ രാജോട്ടനെ സൂപ്പർ കാറൊന്നുമല്ല ഗിഫ്റ്റ് ചെയ്യാൻ പോണേ. ഇതൊരു വെറൈറ്റി കാറാ, ഒരു ഫോർമുലയുടെ കാറാ. ഞാനിപ്പോൾ അതാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോണേ. ഇവിടെ പിന്നെ നമ്മുടെ സിറ്റിയിലെ ഒരു ഷോറൂം ഉണ്ട്. ആ ഷോറൂമിൽ ഈ കാറ് കിട്ടുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ഏതായാലും ചെന്ന് നോക്കി നോക്കാം. അല്ല, ഇതെന്തത്? ഈ സ്വിഫ്റ്റുകാരൻ എവിടെ നോക്കിയിട്ടാ വണ്ടി ഓടിക്കണേ? ഇന്ന് ഞാൻ അവനെ വെറുതെ ഓടില്ല. നമുക്ക് RPG എടുത്ത് ഫയർ ചെയ്യാം. എന്നാ പിടിച്ചോ. അയ്യോ, ഇതെന്താ മിസ്സായില്ലോ. ഷേ, ആ കാറ് മിസ്സായിട്ടാ. പക്ഷെ ഞാൻ അറിയാണ്ട് ഒരു ട്രക്കുമ്പോൾ RPG കിട്ടു. ആ ട്രക്ക് പൊട്ടിത്തെറിച്ചു. ഇപ്പം എനിക്ക് 2 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടിയേക്കാ. പോലീസുകാരും എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ പോലീസുകാരെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. അല്ലെങ്കിൽ ഇവന്മാരെന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടേടെ. അതിപ്പോൾ ഏതായാലും വേണ്ട. നമുക്ക് ഇവന്മാരെ തീർത്തളയാം. ചാവട അങ്ങോട്ട്, ചാവ്. ഒരൊറ്റടത്തിനും വെറുതെ വിടില്ല. Meanwhile, ഓക്കെ, ഇവിടെ ഞാൻ എല്ലാത്തിനെയും തീർത്തളഞ്ഞു. ഒരാളിനെയും ബാക്കി വെച്ചില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഷോറൂമിൽ പോവാം. നമ്മുടെ GTR പിന്നെ ഒന്നും സംഭവിച്ചില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാ. ഒരു മിനിറ്റ്, എന്നെ അവന് വെടിയിക്കണ്ടല്ലോ. അയ് ശരി, എന്നാ പിടിച്ചോ. അയാൾ ഞാൻ തീർത്തളഞ്ഞു. ഓക്കെ, ഇവിടെ ഞാൻ ഷോറൂമിൽ വന്നേക്കാ. ഈ കാർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് ഷോറൂമിലെ മാനേജറിനോട് സംസാരിക്കാം. ഹലോ ചേട്ടാ, അതെ, ഈ ഷോറൂമിൽ മറ്റേ ഫോർമുലയുടെ കാറുണ്ടാ? ആടെ ജാക്കേ, ഇവിടെ മറ്റേ ഫോർമുലയുടെ കാറൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ആ കാറ് നിനക്ക് തരാം. പക്ഷേ ഒരു കണ്ടീഷൻ, നീ എനിക്ക് ഒരു മോഡിഫൈഡ് സൂപ്പർ കാറ് കൊണ്ടുതായോ. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ ആ ഫോർമുലയുടെ കാറ് തരാം. എന്തു പറയണു? ആണോ? എന്നാ ശരി, മോഡിഫൈഡ് സൂപ്പർ കാറല്ലേ വേണ്ടേ? അതിപ്പോൾ ഞാൻ സെറ്റാക്കി തരാം. ഗൈസ്, ഇവിടെ ഞാൻ ആ ഷോറൂമിലെ മാനേജറിനോട് സംസാരിച്ചു. ആൾ പറയണതേ അയാൾക്ക് ഒരു മോഡിഫൈഡ് സൂപ്പർ കാർ വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ ആ ഫോർമുലയുടെ കാറ് തരാന്ന്. എന്നാ പിന്നെ ഓക്കെ, നമുക്കൊരു മോഡിഫൈഡ് സൂപ്പർ കാർ സെറ്റാക്കി കൊടുക്കാം. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു സൂപ്പർ കാർ ഉണ്ട്. ഇത് പിന്നെ നിസാൻ GTR ആണ്. നമുക്ക് ഈ കാർ അങ്ങ് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ പിന്നെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അത് പിന്നെ ബെന്നിയുടെ വർക്ക്ഷോപ്പാ. ബെന്നി പിന്നെ വണ്ടികളൊക്കെ പെടായിട്ട് മോഡിഫൈ ചെയ്യേ. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, നമ്മളെങ്ങനെ ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ വന്നേക്കാ. ഇനിയിപ്പോൾ നമുക്ക് ഈ വണ്ടി പെടായിട്ട് മോഡിഫൈ ചെയ്യാം. നമുക്ക് ആദ്യം വണ്ടിയുടെ കളർ മാറ്റാം. ഏത് കളർ കൊടുക്കുക? റെഡ് കുഴപ്പമില്ല ഏട്ടാ. ഗ്ലാസ് നമുക്ക് ടിൻ്റ് അടിക്കാം. അതും റെഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയുടെ അലോയ്സ് മാറ്റാം. അലോയ്സിന് നമുക്ക് ചോപ്പനെ കൊടുക്കാം. അലോയ്സിൻ്റെ സൈസും കൂട്ടാണ്ട. നമുക്ക് മോൺസ്റ്റർ ട്രക്ക് പോലത്തെ വലിയ ടയർ കൊടുക്കാം. നമ്മുടെ ഷോറൂമിലത്തെ മാനേജറിന് ഇങ്ങനത്തെ വണ്ടികളാണ് ഇഷ്ടം. പിന്നെ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യുക. സ്മോക്കിൻ്റെ കളറ് ചോപ്പ് കൊടുക്കുക. ഇനിയിപ്പോൾ വണ്ടിക്ക് സ്റ്റിക്കർ കൊടുക്കണ. നമുക്ക് ഈ വണ്ടിയിൽ സ്റ്റിക്കർ മുട്ടിക്കാം. ഫ്രണ്ടിൽ, ബാക്കിൽ, സൈഡിൽ എല്ലായിടത്തും നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാം. അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മളങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു. ഈ വണ്ടി എങ്ങനെ നമ്മൾ പെടായിട്ട് മോഡിഫൈ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഞാൻ പിന്നെ ഈ വണ്ടിയിൽ നൈട്രോയും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നൈട്രോ ഇൻസ്റ്റാൾ ചെയ്ത കാരണം ഈ വണ്ടി നല്ല സ്പീഡിൽ പോവുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ ഷോറൂമിൽ പോവാം. അതിനു മുൻപ് ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കിനി നേരെ ഷോറൂമിലേക്ക് പോവാം. ഓക്കെ, നമ്മളെങ്ങനെ ഷോറൂമിൽ വന്നേക്കാ. ഈ കാർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഹലോ ചേട്ടാ, ചേട്ടൻ പറഞ്ഞ പോലെ ഞാനൊരു മോഡിഫൈഡ് സൂപ്പർ കാർ കൊണ്ടുവന്നു. ഇനി എനിക്ക് ആ ഫോർമുലയുടെ കാർ തന്നേക്ക്. ആടെ ജാക്കേ, ആ ഫോർമുലയുടെ കാറില്ലേ, അത് ആ ഷോറൂമിൻ്റെ ബാക്കിലുണ്ട്. പോയിട്ട് അതിൻ്റെ ഡെലിവറി എടുത്തോ. ആണോ? എന്നാൽ ശരി. ഗൈസ്, ഇയാൾ പറയണതേ ആ കാറ് ഷോറൂമിൻ്റെ ബാക്കിലുണ്ടെന്നാ. നമുക്ക് ഏതായാലും ചെന്ന് നോക്കി നോക്കാം. ഒരു മിനിറ്റ് ഗൈസ്, ഇത് നോക്കിയേ. ഇതാണ് ആ ഫോർമുലയുടെ കാറ്. ഈ കാറ് കാണാൻ നൈസായിട്ട് കേട്ടാ. ഒരു രക്ഷയുമില്ല.
ഈ കാർ പിന്നെ നമുക്ക് റെഡ് കളറിലാണ് കിട്ടിയേ. ആ റെഡ് കളർ കുഴപ്പമൊന്നുമില്ല, ഇത് മതി. ഈ കാർ ഇപ്പോൾ മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കാറിൽ പിന്നെ നല്ല സ്പീഡും ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോട്ടെ ഈ കാറ് നമ്മുടെ രാജുവേട്ടന് കൊടുക്കാം. രാജുവേട്ടൻ ഇത് കണ്ടല്ലേ എന്തായാലും ഹാപ്പി ആവും, അത് ഉറപ്പാ. നമ്മളിപ്പോൾ വീട്ടിലേക്ക് വന്നേക്കാ. ഈ കാറില്ലേ അത് നമുക്ക് അകത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. രാജുവേട്ടാ ഇങ്ങോട്ടേക്ക് വായോ, ഇത് നോക്കിയേ ഞാൻ എന്താ കൊണ്ടുവന്നേക്കണെന്ന്. ഒരു മിനിറ്റ്, ഈ രാജുവേട്ടൻ എങ്ങോട്ടേക്കാ പോയേ? ഇവിടെ അടിയിലൊന്നും കാണാനില്ല. രാജുവേട്ടൻ ഇവിടെ നിൽക്കണ്ടായിരുന്നാ? അതെ, എൻ്റെ കൂടെ പോരെ. രാജുവേട്ടന് ഒരു സർപ്രൈസ് ഉണ്ട്. ടൻ ടടാൻ, ഇതുണ്ടില്ലേ, ഇതൊരു ഫോർമുലയുടെ കാറാ. ഇനി മുതൽ ഈ കാറില്ലേ അത് നിങ്ങളുടെ സ്വന്താ. ശരിക്കും ഈ കാറ് എനിക്കാണോ? എടാ ജാക്കേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. താങ്ക് യുടാ ജാക്കേ. ഞാൻ ഈ കാറ് ഏതായാലും ഒന്ന് ഓടിച്ചു നോക്കട്ടെ. ഗൈസ് ഇതുണ്ടില്ലേ, ആ ജാക്ക് എനിക്ക് ഒരു കാറ് ഗിഫ്റ്റായിട്ട് തന്നുട്ടാ. അതും ഒരു സാധാരണ കാറല്ല, ഇതൊരു ഫോർമുലയുടെ കാറാ. ഈ കാറിന് പിന്നെ ഭയങ്കര സ്പീഡാണ്. എന്തെങ്കിലും ആവട്ടെ, ഈ കാറ് പിന്നെ ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്. ഗൈസ് അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.